ഹായ് ഗൈസ്, അപ്പോൾ ഒന്ന് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ കണ്ടുവന്നതാണ്. രാവിലെ 7 മണി ഷോക്ക് പോയി വന്ന് കണ്ടുവന്നുള്ളൂ. പടം എങ്ങനെയുണ്ട് ചോദിച്ചാൽ പടം ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. കാരണം വലിയൊരു കഥയാണ്. അത് ഒരു 3 മണിക്കൂറുണ്ട് പടം. പക്ഷെ 3 മണിക്കൂറിലും തീരാൻ പറ്റാത്ത ഒരു കഥയായിട്ടാണ് വരുന്നത്. അതായത് അതിൽ നമുക്ക് ലൂസിഫറിന്റെ ബാക്കി കഥ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിന്റെ ശേഷം നടക്കുന്ന കഥകളുണ്ട്. അതേപോലെ തന്നെ എബ്രാം ഖുറേഷിയുടെ കഥ നടക്കുന്നുണ്ട്. അതേപോലെ സെയ്ദ് മസൂദിന്റെ കഥ നടക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റോറിയാണ് ഇതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് 3 മണിക്കൂറിൽ പറഞ്ഞാൽ തീരാവുന്ന പടമല്ല. പക്ഷെ ഉള്ളത് വെച്ചിട്ട് പടം അടിപൊളിയാണ്. വിഷ്വലി, അതേപോലെ മ്യൂസിക്, ഫൈറ്റ് എല്ലാം അടിപൊളിയാണ് പടം. പിന്നെ എന്താണെന്ന് വെച്ചാല് പടം കാണാൻ പോകുന്നവരുണ്ട് വെച്ചാൽ നല്ലൊരു തിയേറ്ററിൽ പോയി തന്നെ കാണാം. വിഷ്വൽസ് അത്ര അടിപൊളി വിഷ്വൽസ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതേപോലെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം എങ്ങനെയുണ്ട് വെച്ചാൽ ലൂസിഫർ വെച്ച് നോക്കുമ്പോൾ ലൂസിഫറിന്റെ അത്ര റിപ്പീറ്റ് വാല്യൂ നമുക്ക് ഉണ്ട് തോന്നുന്നില്ല. വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നുന്നത്. അത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഇപ്പൊ എല്ലാവർക്കും എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയണു. അപ്പോൾ കാണുന്നവരുള്ളൊരു തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഓക്കെ.